നമസ്കാരം. 2026 ആരംഭിച്ചതിനു ശേഷം മലയാള സിനിമയെക്കുറിച്ചാണ് ഏവരും ചർച്ച ചെയ്യുന്നത്. 2025 അത്രത്തോളം മികച്ച വർഷമായിരുന്നു. അതേ ചരിത്രം തന്നെ തുടരാൻ സാധിക്കുമെന്നാണ് ഏവരും വിചാരിച്ചിരുന്നത്. എന്നാൽ 2026 തുടക്കം ആദ്യ മാസം അവസാനിച്ച് ഫെബ്രുവരി പകുതിയാകുമ്പോൾ 32 ചിത്രങ്ങളാണ് കേരളത്തിൽ മലയാള സിനിമയായി റിലീസായത്. അന്യഭാഷാ ചിത്രങ്ങളുടെ കണക്ക് വേറെയും. എന്നാൽ കാര്യമായ ബോക്സ് ഓഫീസ് വിജയങ്ങളൊന്നും തന്നെ ഈ പറഞ്ഞ ചിത്രങ്ങൾക്ക് ലഭിച്ചതുമില്ല. ഏറ്റവും കൂടുതൽ ഹിറ്റ് സ്റ്റാറ്റസ് ലഭിച്ച ചിത്രങ്ങളാകട്ടെ ചത്താപ്പച്ചയും പ്രകമ്പനവുമാണ്. ഈ രണ്ട് ചിത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ആളുകളെ തിയേറ്ററിലേക്ക് എത്തിച്ച ചിത്രവും. 2026 തുടക്കത്തിൽ ആദ്യമായി മലയാള സിനിമയ്ക്ക് നേരിട്ട പ്രതിസന്ധി ജനനായകന്റെ റിലീസ് ഡേറ്റ് തന്നെയായിരുന്നു. മലയാള സിനിമ മാത്രമല്ല, എല്ലാ ഇൻഡസ്ട്രികളും വിജയുടെ സിനിമയ്ക്ക് വേണ്ടി തന്നെയാണ് കാത്തിരുന്നത്. അതേ തുടർന്ന് പല പ്രമുഖ ചിത്രങ്ങളും റിലീസ് ഡേറ്റ് മാറ്റുകയും ചെയ്തു. എന്നാൽ ജനനായകൻ റിലീസിന് എത്തിയില്ലെന്ന് മാത്രമല്ല, ഇതുവരെ ചിത്രം പുറത്തിറങ്ങിയിട്ടുമില്ല. വലിയ രീതിയിലുള്ള ഒരു വാക്വം അത് തിയേറ്ററുകളിൽ ഉണ്ടാക്കുകയും ചെയ്തു. മാത്രമല്ല, ഒപ്പമെത്തിയ പരാശക്തിയും രാജാസാബും ബോക്സ് ഓഫീസിൽ ക്ലച്ച് പിടിക്കാതെ പോയതും വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം നിർമ്മാതാക്കൾക്കും വിതരണക്കാർക്കും ഉണ്ടാക്കി. ജനനായകൻ തന്നെയാണ് 2025 മലയാള സിനിമയ്ക്ക് കിട്ടിയ ആദ്യത്തെ പണി എന്ന് പറയാം. പല വമ്പൻ ചിത്രങ്ങളും ജനനായകന്റെ റിലീസ് ദിവസം കാരണം റിലീസ് ഡേറ്റ് മാറ്റുകയും ചെയ്തു. പിന്നീട് തൊട്ടടുത്ത ആഴ്ചയാണ് 2026 ആദ്യത്തെ ഹൈപ്പേറിയ ചിത്രമായ ചത്താപ്പച്ച തിയേറ്ററിലേക്ക് എത്തിയത്. 2026 ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ച ചിത്രമാണ് ചത്താപ്പച്ച. മമ്മൂക്കയുടെ ക്യാമിയോയും ചിത്രത്തിന്റെ ആദ്യം അനൗൺസ്മെന്റ് മുതലുള്ള ഹൈപ്പും ഒരുപാട് പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിച്ചു. സാമാന്യ വലിയ സാമ്പത്തിക വിജയവും ചിത്രം തിയേറ്ററുകളിൽ നേടി. ഇന്നും തിയേറ്ററുകളിൽ ചത്താപ്പച്ച ഓടുന്നുമുണ്ട്. 19 ചിത്രം നെറ്റ്ഫ്ലിക്സിൽ പ്രദർശനത്തിന് എത്തുകയും ചെയ്യും. അതാണ് 2026 ആദ്യത്തെ ബോക്സ് ഓഫീസ് വലിയ വിജയം. എന്നാൽ ഈ കൂട്ടത്തിൽ അടുത്തെത്തിയ ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് നിവിൻ പോളി നായകനായ ബേബി ഗേൾ ആണ്. വമ്പൻ പ്രതീക്ഷയോടുകൂടെ എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. സർവമായയുടെ വിജയം തുടരാൻ നിവിൻ പോളിക്ക് സാധിച്ചില്ലെന്ന് മാത്രമല്ല, ആദ്യ സിനിമ ഹിറ്റാക്കിയ അരുൺ വർമ്മയ്ക്ക് രണ്ടാം എൻട്രിയിൽ കളം മാറി. ത്രില്ലർ പശ്ചാത്തലത്തിലെത്തിയ ചിത്രത്തിന് കാര്യമായിട്ടുള്ള പ്രേക്ഷക പിന്തുണ ലഭിച്ചില്ല. ചിത്രം ഇപ്പോൾ സോണി ലിവിൽ പ്രദർശനത്തിന് എത്തിയിട്ടുമുണ്ട്. മാത്രമല്ല, 2 വമ്പൻ സംവിധായകരുടെ ചിത്രങ്ങളും ജനുവരി മാസത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തി. ജിത്തു ജോസഫിന്റെ വലതുവശത്തെ കള്ളനും നാദിർഷയുടെ മാജിക് മഷ്റൂംസും. ഈ 2 ചിത്രങ്ങൾക്കും കാര്യമായ പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായില്ല. 2026 ഏറ്റവും സർപ്രൈസ് ഹിറ്റ് ജീവനായകനായ തലൈവൻ തമ്പി തലമയിലാണ്. മലയാളിയായ ഫാനിമയുടെ സംവിധായകൻ നിതീഷ് തഹദേവാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. വർഷങ്ങൾക്ക് ശേഷം ജീവിയുടെ ഒരു മേജർ ബോക്സ് ഓഫീസ് വിജയമായി ചിത്രം മാറി. തമിഴ്നാട്ടിലെ ഈ കൊല്ലത്തെ പൊങ്കൽ വിന്നറാണ് TTT എന്ന തലൈവൻ തമ്പി തലമയിൽ. ചിത്രം OTTക്ക് ശേഷവും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. അങ്ങനെ തമിഴ്നാട്ടിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു അണ്ടർഡോഗ് പൊങ്കൽ ക്ലാഷ് വിജയിക്കുകയാണ്. പരാശക്തിക്കും രാജാസാബിനും ബോക്സ് ഓഫീസിൽ കാര്യമായ വിജയങ്ങളൊന്നും നേടാനായില്ല. പരാശക്തിയുടെ എഡിറ്റിനും മേക്കിങ്ങിനും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിട്ടു. മാത്രമല്ല, ഫെസ്റ്റിവൽ സീസണ് പറ്റിയ ഒരു ചിത്രമല്ല പരാശക്തി എന്ന് പലരും വിധിയെഴുതി. സാമ്പത്തികമായി വലിയ പരാജയമല്ല ചിത്രം നേടിയത്. എന്നാൽ മറുവശത്താകട്ടെ വമ്പൻ പരാജയമാണ് പ്രഭാസിന്റെ രാജാസാബ് ബോക്സ് ഓഫീസിൽ ഉണ്ടാക്കിയത്. സംക്രാന്തി റിലീസായി എത്തിയ ചിത്രങ്ങളിൽ ഏറ്റവും നഷ്ടം സംഭവിച്ചതും രാജാസാബിനായിരുന്നു. ചിരഞ്ജീവിയുടെ മനശങ്കർ പ്രസാദ് ഗാരു, നവീൻ പോളിഷെട്ടിയുടെ അകനക ഒക്കരാജു എന്നീ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ചരിത്ര വിജയം നേടി. ഇതിനപ്പുറം ഫെബ്രുവരി ആദ്യ 2 വാരങ്ങൾ അവസാനിക്കുമ്പോൾ പ്രകമ്പനം തന്നെയാണ് ഏറ്റവും കൂടുതൽ മലയാളി പ്രേക്ഷകർ ചർച്ച ചെയ്ത സിനിമ. മല്ലിക സുകുമാരൻ, സാഗർ സൂര്യ, അമീൻ, ഗണപതി എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിലെ സർപ്രൈസ് വിന്നറായി. മാത്രമല്ല, ചിത്രത്തിന്റെ ജോണറും അത്രത്തോളം എന്റർടൈനിങ് ആയിരുന്നു. ബോക്സ് ഓഫീസിൽ വലിയ സാമ്പത്തിക വിജയവും ചിത്രം നേടി. അതോടൊപ്പം ജയറാം നായകനായ ആശകൾ 1000 എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കി. വർഷങ്ങൾക്ക് ശേഷമുള്ള ബോക്സ് ഓഫീസിൽ ജയറാമിന്റെ മികച്ച പ്രകടനം തന്നെയാണ് നാം കണ്ടതും. മാത്രമല്ല, ചിത്രം ഇന്നും നിറഞ്ഞ സദസ്സുകളിൽ തിയേറ്ററുകളിൽ ഓടുകയാണ്.
വാലന്റൈൻസ് ഡേ വീക്കിൽ താരമായ ചിത്രങ്ങളൊന്നും തിയേറ്ററിലേക്ക് എത്തിയില്ല. രാജേഷ് മാധവന്റെ പെണ്ണും പൊറാട്ടുമാണ് സാധാരണമേന ഭേദപ്പെട്ട റിവ്യൂ നേടിയ ചിത്രം. എബിൾ ഷൈന്റെ സ്പാ റേറ്റഡ് ചിത്രമായതുകൊണ്ട് ആ തരത്തിലുള്ള വലിയ വിമർശനങ്ങളും ഒരു വശത്ത് നേടുന്നുണ്ടെങ്കിലും ചിത്രം കണ്ട പലർക്കും ചിത്രം മികച്ച രീതിയിൽ വർക്കാവുകയും ചെയ്തു. കാര്യമായ 2026 ചലനങ്ങളൊന്നും നാം കണ്ടില്ല. ഏവരും കാത്തിരിക്കുന്നത് മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലയളവിലാണ്. പല വമ്പൻ ചിത്രങ്ങളും പ്ലാൻ ചെയ്തിരിക്കുന്നതും ആ സമയത്തേക്കാണ്. ആ കൂട്ടത്തിൽ ആദ്യം എത്തുക ആട് 3, തൊട്ടു പിന്നാലെ വാഴ 2, ദൃശ്യം 2. റംദാൻ സമയമായതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിന് ഒരു ഇടവേള തന്നെയാണ്. കാര്യമായ വമ്പൻ റിലീസുകളൊന്നും ഈ അടുത്ത് പ്ലാൻ ചെയ്തിട്ടുമില്ല. ഏവരും കാത്തിരിക്കുന്നത് മാർച്ച് അവസാന വാരത്തിനും ഏപ്രിൽ മെയ് മാസങ്ങളിലേക്കുമാണ്. പല വമ്പൻ ചിത്രങ്ങളും ഇതിനോടകം തന്നെ റിലീസ് ദിവസം പ്രഖ്യാപിക്കുകയും ചെയ്തു. മാർച്ച് 19 ടോക്സിക്കിനും ദുരന്തറിനും ഒപ്പമെത്തുന്ന ആട് 3, ഏപ്രിൽ 2 എത്തുന്ന ദൃശ്യം 3, വാഴ 2, തൊട്ടു പിന്നാലെ മെയ് മാസത്തിലെത്തുന്ന ബോളിവുഡ് ടൈംസും കാട്ടാളനും എന്നീ ചിത്രങ്ങളാണ് വമ്പൻ പ്രൊഫൈലിലെത്തുന്ന മലയാള സിനിമകൾ. അതോടൊപ്പം മികച്ച ചിത്രങ്ങളും ആ സമയത്തേക്ക് റിലീസിനായി തയ്യാറെടുക്കുന്നുമുണ്ട്. പല വമ്പൻ സ്റ്റാർ പടങ്ങളും തയ്യാറെടുക്കുന്നതും അപ്പോഴേക്കാണ്. മമ്മൂട്ടി മോഹൻലാൽ ചിത്രമായ പാട്രിയോട്ടും ഈ ഏപ്രിൽ കാലയളവിൽ തിയേറ്ററുകളിലേക്ക് എത്തും. ഏവരും കാത്തിരിക്കുന്നത് രണ്ടാം പകുതിയിലേക്ക് തന്നെയാണ്. ആദ്യ പകുതിയിലെ ആദ്യ 2 മാസങ്ങൾ അവസാനിക്കുമ്പോൾ ചലനങ്ങളൊന്നും മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല. 2025 താരതമ്യം ചെയ്യുമ്പോൾ ഇതിനോടകം തന്നെ 2025 ഈ കാലം അവസാനിച്ചപ്പോൾ ബോക്സ് ഓഫീസ് വിജയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കാര്യമായ പ്രതീക്ഷകൾക്കപ്പുറമാണ് 2026 രണ്ടാം പകുതിയും.